ഫീസ് വൈകിയാലും സ്കൂൾ ബസ്സിൽ കയറ്റാതിരിക്കരുത്. കുട്ടികൾ വിഷമിച്ചാൽ ഇടപെടും. വി. ശിവൻകുട്ടി. ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ മനുഷ്യൻ കിടന്ന് എന്താ കോപ്രായ കാണിക്കുന്നത്, നിയമസഭയിലൊക്കെ കിടന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വെളിവില്ലാത്തവനാ വിവരമില്ലാത്തവനാന്നൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഗണേഷ് കുമാർ MLA പിന്നെ വി. ശിവൻകുട്ടിയും പെർഫെക്റ്റ് അവരവരുടെ മേഖല നല്ല രീതിയിൽ അവർ കഴിവ് തെളിയിക്കുന്നുണ്ട് കിട്ടിയ മേഖലയിൽ. തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അനുഭവമൊന്നുമില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നാവണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഏതായാലും ഭരണം നന്നാവണം, അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് പോക്സോ കേസിൽ പ്രതികളായ അധ്യാപകരൊന്നും പിരിച്ചുവിടുകയാണ്, പെൻഷൻ പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഇദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. വി. ശിവൻകുട്ടി അത് പിന്നെ വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഗണേഷ് കുമാർ MLA രണ്ടും CPM-കാരുടെയാണ് പാർട്ടിയാണ്. പാർട്ടിയെന്ന് നമ്മൾ നോക്കുന്നില്ല. ഒരു പാർട്ടിയെന്ന് നോക്കിയിട്ടല്ല, ഒരു ഭരണാധികാരിയുടെ ഭരണം നോക്കി നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഇദ്ദേഹം നല്ല രീതിയിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു.